NDTVക്കെതിരെയുള്ള വിലക്ക് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, CPM നേതാവ് അഡ്വക്കേറ്റ് AA റഹീം, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ എന്നിവർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാജ്യത്തിൻ്റെ പരമാധികാരം, സുരക്ഷ, ഐക്യം, ഇതിന് വിരുദ്ധമായ രീതിയിൽ ഈ രാജ്യത്തെ സംപ്രേഷണ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് 24 മണിക്കൂർ നേരത്തേക്ക് സംപ്രേഷണം ചെയ്യേണ്ട എന്ന് NDTVയോട് പറഞ്ഞു എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഇതിനെ എങ്ങനെ കാണണം? അത് പത്താൻകോട്ട് സൈനിക നടപടിയുടെ കാലത്ത് നടത്തിയ ഒരു സംപ്രേഷണത്തിനുള്ള ശിക്ഷ എന്ന നിലയിലാണ് നവംബർ 9-ന് 24 മണിക്കൂർ സംപ്രേഷണം നിർത്തിവയ്ക്കാൻ NDTVയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ദേശസുരക്ഷയുടെ പേരിലാണ് വെങ്കയ്യ നായിഡുവും കേന്ദ്രമന്ത്രി പരീക്കറും ഒക്കെ ന്യായീകരിക്കുന്നത്. ഈ ദേശസുരക്ഷയുടെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കപ്പെടുമ്പോൾ വല്ലാതെ ഭയം തോന്നുന്നു. കാരണം പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയായിരുന്നു സെക്യൂരിറ്റി, ദേശസുരക്ഷ, ദേശത്തിന് അപകടം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു, അടിയന്തരാവസ്ഥയിൽ പത്രങ്ങൾക്ക് മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു. ഇന്ദിരാഗാന്ധിയുടെ ആ വാക്കുകൾ വീണ്ടും കേൾക്കുന്നുവോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ കേന്ദ്രമന്ത്രിമാർ സംസാരിക്കുമ്പോൾ അത് വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാവില്ല എന്ന് നമ്മളൊക്കെ കരുതി. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലും കേന്ദ്രത്തിൻ്റെ പശ്ചാത്തലത്തിലും അടിയന്തരാവസ്ഥ എന്ന വാക്ക് കൂടെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ജുഡീഷ്യറിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ വളരെ ഫലപ്രദമായി അകറ്റി നിർത്തിയിരിക്കുന്നു. കേന്ദ്രത്തിലാവട്ടെ സർക്കാർ ഇടപെടുകയാണ്. സർക്കാർ ആവശ്യപ്പെടുന്നു ഒരു ദേശീയ ചാനൽ 24 മണിക്കൂർ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്ന്. ഇന്ന് ഒരു ചാനൽ 24 മണിക്കൂർ. ഇത് വിജയിച്ചാൽ നാളെ പല ചാനലുകൾ പല ദിവസങ്ങളിൽ സംപ്രേഷണം നടത്തേണ്ട എന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഏത് ദേശസുരക്ഷ പറഞ്ഞാലും ഏത് കാരണത്തെ മുൻനിർത്തിയാണെങ്കിലും ഈ നടപടിയെ ന്യായീകരിക്കാൻ സ്വാതന്ത്ര്യപ്രേമികൾക്ക് കഴിയില്ല. ദേശസുരക്ഷയുടെ കാര്യത്തിൽ ആണ് ഇത് പറയുന്നതെങ്കിൽ ആ ദേശസുരക്ഷയെ BJPയുടെ സർക്കാർ കാണുന്നത് എങ്ങനെ എന്നതും കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടി വരില്ലേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? തീർച്ചയായും നമുക്കിപ്പോൾ വളരെയേറെ അപകടം പിടിച്ച വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അർത്ഥം മാറി വാക്കുകൾ ഉപയോഗിക്കുന്നത് വലിയ അപകടത്തിന് കാരണമാകും. ദേശസുരക്ഷയായാലും ദേശീയതയായാലും ദേശസ്നേഹമായാലും ഇതൊക്കെ അർത്ഥം മാറിയാണ് ഉപയോഗിക്കുന്നത്. അത് വലിയ അപകടത്തിന് കാരണമാകും. ഈ വാക്കുകൾ ഒക്കെ ഉയർത്തിക്കൊണ്ട് ഈ വാക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പൗരസമൂഹത്തിന് ഏറ്റവും വിലപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുന്ന നടപടിയിലേക്ക് ഭരണകൂടം പോവുകയും അതിന് ന്യായീകരണമായി ഇതൊക്കെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കൂടി തയ്യാറാകണം. കാരണം അവരും അടിയന്തരാവസ്ഥയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ച പാർട്ടിയാണ്. അടിയന്തരാവസ്ഥ എന്ത് എന്ന് അറിയാത്തവരല്ല. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, അത് BJP ആണെങ്കിൽ പോലും, അവരും ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഈ രുചി അറിഞ്ഞതുകൊണ്ടാണോ അടിയന്തരാവസ്ഥയുടെ നേട്ടം കൊയ്യാൻ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നത്? നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ അടിയന്തരാവസ്ഥ, അതിൻ്റെ ദോഷങ്ങൾ, അതിനെതിരെ പോരാടിയത്, ജയിലിൽ കിടന്നത് ഒക്കെ ഉണ്ടല്ലോ ചരിത്രം പറയാൻ. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ഈ ഭാഷ ഇതെങ്ങനെയാണ് ന്യായീകരിക്കാനാകുക? NDTV പോലെ ഒരു ദേശീയ മാധ്യമത്തെ എന്തിന് നിങ്ങൾ സംപ്രേഷണം ഒരു ദിവസത്തേക്കാണെങ്കിൽ കൂടി തടയാൻ മുൻകൈയെടുക്കുന്നു? അല്ല, അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുമ്പോൾ പൗരാവകാശത്തിൻ്റെ ധ്വംസനം അല്ലെങ്കിൽ അതിൻ്റെ കട്ടയിൽ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ ഈ വാർത്ത തുടങ്ങിയത് തന്നെ കേരള മുഖ്യമന്ത്രിയെ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ നടപടി എടുക്കണമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് തന്നെ പൗരാവകാശ തിരുത്തൽ വരുത്തട്ടെ, വാർത്ത കൊടുത്തു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അപ്പം അത് പിന്നിലെ രാജ്യത്തിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരാളുടെ അഭിപ്രായം പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടൂടെ? എങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പം നടപടിയില്ല. നമ്മൾ ചർച്ച ചെയ്തിട്ട് ഈ LDF ഗവൺമെൻറ് പൗരാവകാശത്തിന് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ CPM നടപടി സ്വീകരിക്കുകയില്ലേ നമുക്ക് നാളെ കാണാം. അത് പോട്ടെ. ഇപ്പോൾ ഏത് മാധ്യമ
ആയാലും പ്രിൻ്റായാലും വിഷ്വലായാലും ഏത് മറ്റു സംഘടനകളായാലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം കേബിൾ ആൻഡ് നെറ്റ്വർക്ക് ആക്ടിനെ സംബന്ധിച്ച് 2015 ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആൻറ്റി ടെററിസ്റ്റ് ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ലൈവ് ടെലികാസ്റ്റ് കൊടുക്കാൻ അത് കൺക്ലൂഡ് ചെയ്യുന്നത് വരെ പാടില്ല. അതിനുശേഷം അതിന് ഡെസിഗ്നേറ്റഡ് ഓഫീസർ അത് ബ്രീഫ് ചെയ്യും, അത് കൊടുക്കുക. ഇത് നിലവിലുള്ളൊരു നിയമമാണ്. നിയമം തെറ്റാണ് എങ്കിൽ നമുക്ക് അത് കോടതിയിൽ ചോദ്യം ചെയ്ത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്, പൗരാവകാശത്തിൻ്റെ ലംഘനമാണ്, മാധ്യമപ്രവർത്തനത്തിന് എതിരാണ് എന്ന് പറയും, ചോദ്യം ചെയ്യാം. അപ്പം നിലവിലുള്ളൊരു നിയമമുള്ളപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു കമ്മിറ്റിയുണ്ട്, ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി. അതിൽ ഒരു രാഷ്ട്രീയ നേതാവുമില്ല. ഗവൺമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിമാരാണ്, ഡിഫൻസിൻ്റേത്, ഹോമിൻ്റേത്, ഹെൽത്തിൻ്റേത്. ഇതിനെ സംബന്ധിച്ച് ചില 7-8 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു സമിതി. ആ സമിതിയാണ് ഈ ചാനലിന് നോട്ടീസ് അയച്ചത്. അത് NDTV മൊത്തം ഇന്ത്യയിൽ നിരോധിച്ചുള്ള ഹിന്ദി ചാനലിന് മാത്രമാണ്. ആ നോട്ടീസ് അയച്ചതിന് ശേഷം അവർ മറുപടി കൊടുത്തത് ഇത് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ നിലവിലുള്ള നിയമം ഞങ്ങൾ ലംഘിച്ചു എന്ന് അത് അറിയാതെയാണ്, അങ്ങനെ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഒന്നുമല്ല ആവശ്യപ്പെട്ടത്. ഞങ്ങളിത് സമ്മതിക്കുന്നു, ഞങ്ങളത് തെറ്റാണെന്ന് തോന്നുന്നില്ല, വേറെ ചാനലും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഡെസിഗ്നേറ്റഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 കാര്യങ്ങളെ തീരുമാനമെടുക്കാൻ കഴിയും. ഒന്നുകിൽ അത് വേണ്ട, കണ്ടില്ല എന്ന് നടിക്കുക, അല്ലെങ്കിൽ നടപടിയെടുക്കുക. കണ്ടില്ല എന്ന് നടിച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കാൻ പത്മകുമാർ NDTV പറഞ്ഞ മറുപടി, ഇത് ഞങ്ങൾ ചെയ്തതാണ്, ഇത് തെറ്റല്ല. കാരണം നിയമത്തിൽ പറയുന്നത് കണ്ടിന്യൂസ് ആയ ലൈവ് കവറേജ് ഈ പറഞ്ഞ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി സേനകൾ നടത്തുമ്പോൾ അത് നൽകാൻ പാടില്ല എന്നാണ്. അതിനെക്കുറിച്ച് NDTVയുടെ ഭാഷ്യം ഇപ്പോൾ അവർ ലൈവ് ടെലികാസ്റ്റായി അത് നൽകിയിട്ടില്ല. അത് വിഷ്വൽസ് എല്ലാവരും കാണിച്ചതുപോലെ അവരും കാണിച്ചിട്ടുണ്ട്. ലൈവ് റിപ്പോർട്ടിംഗ് അത് റിപ്പോർട്ടർ മറ്റെവിടെയെങ്കിലും നിന്ന് നൽകുന്നതാണ്, അങ്ങനെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൻ്റെ കീഴിൽ വരുന്നതല്ല അത് എന്നതാണ്. എന്തുകൊണ്ട് മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായില്ല? ഈ മുന്നറിയിപ്പ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ, മറ്റ് ചാനലിനുള്ള നടപടി അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ ചാനൽ ഈ കുറ്റം, ഈ പറഞ്ഞിട്ടുള്ള നിയമലംഘനം നടത്തിയിട്ടുണ്ടോ? ആ നിയമലംഘനം നടത്തിയിട്ടില്ല. അല്ല, അത് അവർ പറയുന്നതല്ലല്ലോ. അവർ പറയുന്നത് മാത്രമല്ലല്ലോ. ഒരു സമിതി, ഇത് BJP-കാരുടെ സമിതിയല്ലല്ലോ. BJP ഇന്റർ മിനിസ്റ്റീരിയൽ കൗൺസിൽ എന്ന് പറയുന്ന IMS എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സെക്രട്ടറിമാരോട്, പ്യൂർലി ഉദ്യോഗസ്ഥന്മാരോട്. ശരി, അത് അവർ പറയുന്നതല്ല, അവരെ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ വക്കീലന്മാർ പറയുന്നതല്ല, ഈ രാജ്യത്തെ നിരൂപകരോ വിശകലന വിദഗ്ധരോ പറയുന്നതല്ല എന്ന് BJP പറയുമ്പോൾ BJPക്ക് എന്താണ് ഇതുവരെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത സർക്കാരുകളുടെ ഒക്കെ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒരു തിടുക്കം എന്നതാണ്? ഇതുവരെ ഇന്ത്യയിൽ ഒരു വാർത്താ മാധ്യമത്തെ ഇങ്ങനെ നിരോധിച്ചതായി ഇല്ല. വാർത്താ മാധ്യമമല്ലല്ലോ കേരളത്തിൽ. ഈ കഴിഞ്ഞ 10-15 വർഷത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ 28 തവണ നിരോധിച്ചിട്ടുണ്ട്. പല കാരണങ്ങളുമുണ്ട്. കൂടുതലും ഈ അഡൾട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിരോധിച്ചിട്ടുള്ളത്. ഒരുപാട് നിരോധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നം അതല്ലല്ലോ. ഇത് ലൈവ് കൊടുത്തില്ല എന്നല്ല നിങ്ങൾ പറയാനുള്ളത്. അത് വളരെ വ്യക്തമാണ്. അവർ കൊടുത്ത ഷോക്കാസിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പത്താംകോട് ആക്രമണം നടക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി 2 ടെററിസ്റ്റുകൾ ജീവനോടെ ഇരിപ്പുണ്ട്, നമ്മുടെ ഹെലികോപ്റ്റർ, സൈനിക ഹെലികോപ്റ്റർ ഇന്ന സ്ഥലത്താണ് ഇത് കിടക്കുന്നത്, സൈനികരുണ്ട്, ഇനി പെട്രോൾ പമ്പ് ഇന്ന സ്ഥലത്താണ്, ഇനി ഇത്ര സൈനികരെ ഇന്ന സ്ഥലത്ത് കൊണ്ട്, അതിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ ഇന്നതാണ്, സ്കൂൾ ഇന്നതാണ്, ഹോസ്പിറ്റൽ ഇന്നതാണ്. ഇവർ ഈ പ്ലെയിൻ കിടക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ ഇനി ഇവരെ കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ലൈവ് ടെലികാസ്റ്റ്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഈ പത്താൻകോട്ട് സംഭവം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ സേന അത് കണ്ടെത്തുന്നതിന് പോലും പരാജയപ്പെട്ടു എന്ന വിമർശനം ഉണ്ടായതൊക്കെയാണ് മാധ്യമങ്ങൾ നിങ്ങളെക്കാൾ മുമ്പേ, സർക്കാരിനേക്കാൾ മുമ്പേ അത് കണ്ടെത്തി എന്നതിന്റെ വാശി തീർക്കലാണോ ഇത്? അല്ലല്ല, അതുകൊണ്ടാണോ? അത് ആ രീതിയിലല്ലല്ലോ അതിനെ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംഭവം ഉണ്ട്, ഇനി അതിർത്തിയിൽ പ്രശ്നങ്ങൾ കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പട്ടാളക്കാരെയൊക്കെ പിൻവലിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ആ ഒരു ന്യായമേ ഉള്ളൂ. ഇതവരൊരു തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു, ആ സമിതിക്ക് ബോധ്യമുണ്ട്. അതിനൊരു തീരുമാനമെടുത്തു, അപ്പീൽ കൊടുക്കാം. ശ്രീ JR പത്മകുമാർ, 2008 അല്ലെങ്കിൽ 2001 ഒക്കെ പലതരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റികളൊക്കെ നടന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം, ആഗോള തലത്തിൽ തന്നെ മാധ്യമങ്ങൾ
സെപ്റ്റംബർ 11 ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊടുത്ത കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലോ. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്, പരമാധികാരത്തെ ബാധിക്കുന്നതാണ്, ഐക്യത്തെ ബാധിക്കുന്നതാണ് NDTVയുടെ ഈ പ്രവർത്തനം. ഇത് രാജ്യസ്നേഹപരമല്ല എന്ന് ആരാണ് നിർവചിക്കുന്നത്? രാജ്യസ്നേഹമല്ല എന്നല്ല, അതിനൊരു ഒഫീഷ്യൽ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന് ഒരു കാര്യം കൂടി എനിക്ക് പറയാം, ഒരു 2 മിനിറ്റ് സമയം തരണം. കാർഗിൽ യുദ്ധ സമയത്ത് ഇതേപോലുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഈ ഇൻസിഡന്റ് ആയിട്ട് ഇതേ മാധ്യമ പ്രവർത്തക തന്നെ അന്ന് അവിടെ ചെന്ന് നിന്നുകൊണ്ട് ലൈവ് കൊടുത്ത ആളെ കുറിച്ച് വിവരം കൊടുത്തതിന് ഇനിതാ ജംഗിൾ ഹിൽ പിടിക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം തിരിയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് തിരിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പാകിസ്ഥാൻ കഴിഞ്ഞത്. ഇത് വളരെ വ്യക്തമായിട്ട് അന്നത്തെ കരസേനാ മേധാവി ജനറൽ മാലിക് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തെ സംബന്ധിച്ച്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മാധ്യമ പ്രവർത്തകയുടെ അമിത ആവേശമാണ് അതിൽ ഇന്ത്യൻ സൈന്യം പരാജയപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബോംബെ ഇതുമായി ബന്ധപ്പെട്ട് അജ്മൽ ഹസബിന്റെ ജഡ്ജ്മെന്റ് തൂക്കിക്കൊല്ല കൺഫേം ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ലൈവ് ടെലികാസ്റ്റുകൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കണം. അത് ഇന്ത്യയുടെ സൈനിക നടപടിയെ അല്ലെങ്കിൽ ടെററിസ്റ്റിനെതിരായിട്ടുള്ള നടപടികളെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2015 ഈ വകുപ്പ് അതിനകത്ത്. അതായത് അന്ന് മുതൽ തന്നെ ഈ മാധ്യമ പ്രവർത്തകയുടെയോ പ്രവർത്തകന്റെയോ പുറകെ അല്ലെങ്കിൽ ഈ മാധ്യമത്തിന്റെ പുറകെ നിങ്ങളുണ്ട്, ഇതാണോ മനസ്സിലാക്കുന്നത്? അല്ലല്ലോ, ഞങ്ങളുണ്ട്. ഈ മാധ്യമ പ്രവർത്തകർ ഈ NDTVക്കെതിരായി തന്നെ എത്ര കേസുകൾ UPA സമയത്തുണ്ടല്ലോ ഈ നിയമം ലംഘിച്ചതിന് ഇന്ത്യയിൽ നിലവിലുള്ള. ഇല്ല, UPAയുടെ സമയത്ത് ഒരു വാർത്താ മാധ്യമത്തെ ഇങ്ങനെ 24 മണിക്കൂർ അടച്ചിടണമെന്നില്ല. അങ്ങനെ ഒരു ഉദാഹരണം അങ്ങേക്ക് പറയാനുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. FTV വാർത്താ ചാനൽ മാത്രമേ മീഡിയ ആവൂ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൂ, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഈ അഡൽട്ട് സീനുകളുമായി ബന്ധപ്പെട്ടുള്ള ചില അശ്ലീല സീനുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായി നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുന്ന കാഴ്ചകൾ വരുമ്പോൾ അതിന്റെ പേരിൽ ചിലപ്പോൾ നടപടി എടുക്കാറുണ്ട്. അതിന്റെ പേരിലാണ് അങ്ങ് പറയുന്ന 20ഓളം കേസുകളുള്ളത്. അല്ലാതെ ഒരു ദൃശ്യമാധ്യമവും ഒരു വാർത്താ മാധ്യമത്തെയും ഇതുവരെയും ഒരു സർക്കാരും ഈ രീതിയിൽ പീഡിപ്പിച്ചിട്ടില്ല. ഇതിന്റെ പേരിൽ BJPക്ക് ഇപ്പോൾ ചീത്ത പേര് കേൾക്കേണ്ടി വരുന്നതിന് ഒരു കാര്യമുണ്ട്. ഈ NDTV എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്? ഈ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ഈ കനയ്യ കുമാറുമായി ബന്ധപ്പെട്ട കേസിൽ അന്ന് JNU സംഭവം ഉണ്ടായപ്പോൾ ഈ ബ്ലാക്ക് ഇട്ടുകൊണ്ട് ഈ ബ്ലാക്ക് മാർക്ക് കാണിച്ചുകൊണ്ട് കരിങ്കൊടി ഇടുന്നത് പോലെയാണ് അവരുടെ സ്ക്രീനിൽ പലപ്പോഴും BJPക്കെതിരായി നിലപാടുകൾ അവർ പ്രഖ്യാപിച്ചത്. ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നെ രോഷമുണ്ടായിരുന്നതാണ്. നരേന്ദ്രമോദി സർക്കാരിന് NDTVയോടുള്ള രോഷം വർദ്ധിപ്പിച്ചതാണ്. അതിനുള്ള പ്രതികാരമായി ഒക്കെ ഈ നടപടിയെ കാണുന്നവരുണ്ട്. ശ്രീ പത്മകുമാർ, അത് കുറെ നമ്മുടെ റഹീമിനെ പോലുള്ള ലെഫ്റ്റിസ്റ്റുകൾ ആണ്. അങ്ങനെ പറഞ്ഞോട്ടെ, ഈ ലെഫ്റ്റ് എപ്പോഴും റൈറ്റ് ആവണമെന്നില്ല, മനസ്സിലായല്ലോ, എപ്പോഴും റൈറ്റ് ആവണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെ പറയുന്നതിനോ അവരെ ന്യായീകരിക്കുന്നതിനോ അവർക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നവീൻ ജിൻഡാലിനെതിരായിട്ട് UPA ഭരണകാലത്ത് ഒരു കോൺഗ്രസ് ബിസിനസ്സുകാരനാണല്ലോ, അന്ന് ടെലിവിഷൻ വാർത്ത കൊടുത്തല്ലോ. അന്ന് എന്തായിരുന്നു UPA ഗവൺമെന്റ് നടപടി? അവരെ അടച്ചുപൂട്ടാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു. ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, അവർക്കെതിരായിട്ട് നോട്ടീസ് കൊടുത്തു. അതേപോലെ തന്നെ ആസ്ഥ എന്ന് പറയും ടെലിവിഷൻ ചാനലിൽ അന്ന് കള്ളപ്പണത്തിനുമായി ബന്ധപ്പെട്ട് ബാബാ രാംദേവ് നടത്തിയിട്ടുള്ള പ്രചരണമുണ്ട്. അത് ആ ആസ്ഥ ടെലിവിഷനിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടെലിവിഷൻ ചാനലിന് അന്ന് നടപടിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നേരത്തെ ഇല്ല എന്നുള്ളതല്ല. 28 തവണ പല രീതിയിലും ഈ ഇതുവരെയും എന്തായാലും ആ കാര്യത്തിൽ കണ്ടിക്കാൻ താങ്കൾക്കാകുന്നില്ല. ഒരു വാർത്താ മാധ്യമത്തെ ഇതുവരെയും ബാൻ ചെയ്തിട്ടില്ല. ഞാൻ തിരിച്ചു വരാം. റഹീം, ഇന്നിപ്പോ CPM ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ സംപ്രേഷണത്തിൽ വന്നിരിക്കുന്ന വിലക്ക് പിൻവലിക്കണം എന്ന്. എന്താണ് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതിന് കാരണം? ഇതൊരു കൃത്യമായ മെസ്സേജാണ് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. ആ മെസ്സേജ് തങ്ങൾക്ക് അനുഗുണമല്ലാത്ത വിധം കാര്യങ്ങൾ നീക്കുകയാണ് എങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വഴി എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ ഈ പുറത്ത് വന്ന വാർത്തയോ ഇത് സംബന്ധിച്ച് ഇപ്പോൾ കനയ്യകുമാറുമായി ബന്ധപ്പെട്ടെല്ലാം ശ്രീ ഡോക്ടർ ലാൽ സൂചിപ്പിച്ച കാര്യങ്ങളോ മാത്രമല്ല. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് കേരളത്തിലേതുൾപ്പെടെ എല്ലാ മാധ്യമങ്ങളെയും പൂർവ്വകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ അടുത്ത് നിരീക്ഷിക്കുകയാണ്. ഷോക്കോസ് നോട്ടീസുകൾ ഏറ്റുവാങ്ങാത്ത മാധ്യമങ്ങൾ വളരെ കുറവാണ്. രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർത്താ മാധ്യമങ്ങളുടെ പുറകെ ഷോക്കോസ് നോട്ടീസുകളുമായി ക്യൂ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമ സ്ഥാപനങ്ങളുടെ മുൻപിൽ കേന്ദ്ര സർക്കാർ എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. ആധികാരികമായി പറയുകയല്ല, വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇതൊരു അപകടകരമായ സൂചനയാണ്.
ഇത് രണ്ട് തരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ രൂപത്തിൽ പേടിപ്പിച്ച് നടത്തുക. മറ്റൊന്ന് ഈ കനയ്യകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുപോലൊരു കാര്യമുണ്ടല്ലോ, എന്താ അന്ന് നിങ്ങൾ ചാനൽ നടപടിയെടുത്തില്ല? ഇപ്പോൾ ഒരു ചാനലിൻ്റെ വിശ്വാദീപക് എന്ന സീ ന്യൂസിൻ്റെ ജേർണലിസ്റ്റ് അന്ന് രാജിവെച്ചിറങ്ങിപ്പോയി. അത് ഇന്ത്യയിലാകെ വലിയ ചർച്ചയായി വന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, വാർത്താമാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിച്ചപ്പോൾ JNU വിഷയത്തിൽ വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളെ, ഒരു സർവകലാശാലയെ ആൻറ്റി നാഷണലിസ്റ്റുകളാണെന്ന് മുദ്രകുത്താൻ കഴിയുന്ന വ്യാജ ദൃശ്യങ്ങൾ ചമച്ചു എന്ന് പറഞ്ഞ് അതിലൊരു ജേർണലിസ്റ്റ് തന്നെ രാജിവെച്ചിറങ്ങി പോകുമ്പോൾ, ആ വാർത്ത പുറത്തു വരുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചോ അത് സംബന്ധിച്ച്? അങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ നടത്തിയ മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ മാധ്യമത്തിൽ നടപടി സ്വീകരിച്ചോ? നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ശ്രീ JR പത്മകുമാറോട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ മാർക്കണ്ഡേയ കട്ജുവിനേക്കാൾ വലിയ നിയമപരിജ്ഞാനം ശ്രീ അഡ്വക്കേറ്റ് JR പത്മകുമാറിന് ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹവും അത് സമ്മതിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ഈ നിയമത്തെ കുറിച്ച് വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ കൃത്യമായൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഒരു വലിയ സന്ദേശം കൊടുക്കുകയാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, കടുത്ത അസഹിഷ്ണുതയാണ് ഇപ്പോൾ എഴുത്തുകാരുടെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ചിന്തകരുടെ കാര്യത്തിൽ, ഇങ്ങനെ ഓരോ മേഖലയിലും വളരെ കൃത്യമായി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് പത്താൻകോട്ടിൻ്റെ വിഷ്വൽസാണ്. നമുക്ക് തന്നെ അറിയാം, യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ചാരസംഘടന ഒരു ജവാനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പത്താൻകോട്ടിലെ മുഴുവൻ തൂണും തുരുമ്പും മുഴുവൻ വിഷ്വൽസും നേരത്തെ തന്നെ അവർ ചോർത്തിയിട്ട് പോയിരുന്നു. അയാൾക്കെതിരെ നടപടിയും എടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ശത്രുവിനെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചു ഈ വിഷ്വൽ എന്നെല്ലാം ശ്രീ JR പത്മകുമാർ പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. നിങ്ങളീ പറയുന്ന വിഷ്വലുകളെല്ലാം തന്നെ, ഈ സേനാതാവളത്തിൻ്റെ വിഷ്വലുകളെല്ലാം തന്നെ എത്രയോ മുമ്പ് ശത്രുരാജ്യത്തിൻ്റെ കൈകളിലെത്തി. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് രാജ്യസുരക്ഷയിൽ താല്പര്യമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പത്താൻകോട്ട് പോലെ ലോകത്തിൽ തന്നെ ഏറ്റവും അസാധാരണമായ സുരക്ഷാ വീഴ്ചയുടെ ഇടമായി മാറിയ പത്താൻകോട്ടിൽ നിങ്ങൾ എത്ര സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു? എത്ര സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നിങ്ങൾക്ക് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ ഇൻ്റലിജൻസിനെല്ലാം ഒരുപക്ഷെ വീഴ്ചയുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതുപോലല്ലോ, ഒരു സേനാതാവളത്തിൻ്റെ എത്രയോ സുരക്ഷാ കവാടങ്ങൾ കഴിഞ്ഞാണ് ഈ സൈനികർ, ഈ എതിരാളികൾ അകത്ത് കയറിയത്. അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ നടപടി സ്വീകരിച്ചോ? എങ്ങും സ്വീകരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും വാർത്ത പുറത്ത് വന്നോ? അവിടെയാണ് പത്മകുമാർ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ശ്രീ റഹീം ചൂണ്ടിക്കാട്ടിയ ഈ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ മാധ്യമത്തിനെതിരെ നിങ്ങൾ നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്, അന്ന് പത്താൻകോട്ടിൽ ഉണ്ടായ നാണക്കേട് ലോകത്തെ അറിയിച്ചത്, അതിന് മുൻകൈ എടുത്തത് NDTV ആണെന്നത് കൂടിയാണോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ മോഡിയെ വിമർശിച്ചു അല്ലെങ്കിൽ BJPയെ വിമർശിച്ചു എന്നുള്ളത് അതൊരു അംഗീകാരം ലൈസൻസായി എടുക്കേണ്ട കാര്യമില്ല. രാജ്യരക്ഷ തന്നെയാണ് പ്രധാനം. അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല. ആ രാജ്യരക്ഷയ്ക്കെതിരായി ചൂണ്ട് വിരൽ ഉയർത്തിയാൽ അത് ശരിക്കും ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. അത് മാധ്യമമായാലും ശരി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. മോഡിയെ എതിർത്തു അല്ലെങ്കിൽ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ആ ചേരിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എന്തും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് ധരിക്കണ്ട. അതാണ് മോഡിയെ എതിർക്കണോണ്ട് ലൈസൻസ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, മാർക്കണ്ഡേയ കട്ജു എൻ്റെ ആരാധ്യ പുരുഷനൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വലിയ ദൈവവാക്യമാണെന്ന് സ്വീകരിക്കുന്ന ആളുമല്ല. അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞത് ഞാൻ ജയലളിതയെ പ്രേമിച്ചിരുന്നു എന്ന് പറഞ്ഞതാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, BCCIക്കെതിരായിട്ട് സുപ്രീം കോടതി എടുത്ത നടപടി, ക്ലീനപ്പ് നടപടി തെറ്റാണ്, നിയമപരമായി തെറ്റാണ് എന്നൊരു നിലപാടെടുത്ത ആളാണ്. അപ്പോൾ അത് അംഗീകരിക്കുമോ? അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ കട്ജു അവിടെ നിന്നോട്ടെ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്ത് നടപടി എടുത്താൽ ഞങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരല്ല. എല്ലാ മാധ്യമങ്ങളെയും നിയന്ത്രിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്കെതിരായി എന്തെങ്കിലും പറയുന്ന മാധ്യമങ്ങളെ മാത്രമേ ഞാൻ പറഞ്ഞോട്ടെ, നരേന്ദ്രമോദി എന്തെങ്കിലും പറഞ്ഞാൽ ഞാനൊന്ന് പറയട്ടെ. ലാൽ എത്രയോ കാലമായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് BJPക്കെതിരായിട്ടും മോഡിക്കെതിരായിട്ടും കൈരളി ചാനലിനെതിരായിട്ട് എന്തെങ്കിലും നോട്ടീസുമായിട്ട് വന്നോ? ഇല്ലല്ലോ.
അപ്പൊ അതൊന്നും അല്ലല്ലോ കാര്യം. ഇവിടെ 2015 പുതിയ അമെന്റ്മെന്റ് അനുസരിച്ച് റൂൾ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയം ചോദിക്കട്ടെ. ഞാൻ ഇവിടെ പല ദിവസങ്ങളിലായി പല ചർച്ചകളിലും നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, BJPക്ക് എതിരായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ശ്രീ പത്മകുമാർ ഒരു ദയവ് പോലെ എനിക്കെതിരെ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ കേസ് എടുക്കാനുള്ള നടപടികൾ എടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന്? അല്ല, നിങ്ങൾ എന്തായാലും മോഡിയെ അനുകൂലിച്ചല്ലോ ലാൽ സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കൂലേ? നിങ്ങൾക്കെതിരായിട്ട് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കാമല്ലോ. പിന്നെ ഈ പറഞ്ഞൊരു കാര്യം, ചാനലുകൾക്കെതിരായിട്ടൊന്നും ഞങ്ങൾ നടപടി എടുക്കാൻ പോകുന്നില്ല. ഇതിനെ സംബന്ധിച്ച് 2015 പുതിയ നിയമമുണ്ട്, ലൈവ് ടെലികാസ്റ്റ്. 2015 നിയമം എനിക്കറിയില്ല, 2015 റൂൾ അമെന്റ് ചെയ്തു. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ആന്റി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുന്നത് വരെ പത്മകുമാർ പറയുന്നതും കഡ്ജു ഇന്ന് കോട്ട് ചെയ്തതും ഇത് തന്നെയാണ്. ലൈവ് ടെലികാസ്റ്റ് നടന്നിട്ടില്ല എന്നാണ് NDTV ഇവിടെ വരുന്നത്. അത് അവനോട്ടെ, ഞാൻ അദ്ദേഹത്തിന് ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ്, അദ്ദേഹത്തിന്റെ ഊഴത്തിൽ ഇടപെടുകയല്ല. ഞാനൊരു കാര്യം ചോദിച്ചല്ലോ, നിങ്ങൾ ആന്റി നാഷണൽ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞ് ഒരുപിടി വിദ്യാർത്ഥികൾക്കെതിരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാർത്ത ചമച്ചു എന്ന് കുമ്പസാരം നിർത്തി ഇറങ്ങിപ്പോയി. അത് വളരെ വ്യക്തമായി നിങ്ങൾ അന്വേഷിച്ചോ? രാജ്യത്തിന്റെ 2015 റൂൾസ് പറയുന്നത് ഏതെങ്കിലും ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു, അതല്ല ഈ പറയുന്നത് ക്ലബ് ചെയ്യരുത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിന് മാത്രം നിലവിലുള്ള നിയമം അനുസരിച്ച് ആന്റി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ ലൈവ് ടെലികാസ്റ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ ചർച്ചയുടെ അവസാനം വരെ ഈ ചർച്ചയിൽ തുടരാൻ സാധിക്കില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ 2-3 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഏറ്റവും ആദ്യത്തത് ഈ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഈ കേബിൾ TV റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ലൈവ് ടെലികാസ്റ്റ് ഇത്തരം സന്ദർഭങ്ങളിൽ എതിർക്കുന്നുണ്ട് നിയമം. അതനുസരിച്ച് NDTV കുറ്റം ചെയ്തു എന്ന് സ്ഥാപിച്ചുകൊണ്ട് നവംബർ 9 ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പൊക്കോളൂ എന്ന് പറയാൻ ഉള്ള ശ്രമത്തെ എങ്ങനെയാണ് കാണേണ്ടത് നിയമപരമായി തന്നെ? അല്ല, 2008 മുംബൈയിൽ നടന്ന പ്രസിദ്ധമായ കമാൻഡോ ഓപ്പറേഷനുണ്ട്. ആ കമാൻഡോ ഓപ്പറേഷനാണ് ഇന്ത്യൻ ടെലിവിഷൻ ആദ്യമായി തത്സമയ സംപ്രേഷണം നടത്തിയത്. 1-2 മണിക്കൂറല്ല, 60 മണിക്കൂറുകൾ ഇന്ത്യൻ ടെലിവിഷൻ തത്സമയം ആ ഓപ്പറേഷൻ ലൈവ് ടെലികാസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നു. അന്ന് അത് വലിയ ആക്ഷേപത്തിന് കാരണമായി. കാരണം ആ ഹോട്ടലിൻ്റെ, താജ് ഹോട്ടലിൻ്റെ അകത്ത് തമ്പടിച്ചിരിക്കുന്ന ശത്രുക്കൾക്ക്, ഭീകരപ്രവർത്തകർക്ക് പുറത്ത് എന്ത് സംഭവിക്കുന്നു, കമാൻഡോകൾ എന്ത് ചെയ്യുന്നു എന്ന് കാണുന്നതിന് ടെലിവിഷൻ TV ഓൺ ചെയ്ത് കാണാൻ കഴിയുമായിരുന്നു. പാകിസ്ഥാനിൽ അവരെ നിയന്ത്രിക്കുന്നവർക്ക് അത് കാണാൻ കഴിയുമായിരുന്നു. സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചൊക്കെയായിരുന്നു അന്ന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ചില ആലോചനകൾ ഉണ്ടായത്. നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ, അവർക്കൊരു സംഘടനയുണ്ട്, ഒരു അഖിലേന്ത്യാ സംഘടനയുണ്ട്, ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ. ആ അസോസിയേഷൻ തന്നെ മുൻകൈയെടുത്ത് ഇത്തരം അവസ്ഥകളിൽ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം വേണം എന്നവർ തീരുമാനിച്ചു. അതിന് വിടുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കൗൺസിൽ, റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായുള്ള ഒരു തർക്ക പരിഹാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകാതെ ഇവിടെ ഇപ്പോൾ പത്താൻകോട്ട് ഏതായാലും കമാൻഡോ ഓപ്പറേഷനെങ്കിൽ ഭീകരപ്രവർത്തകരെ പട്ടാളം നേരിടുമ്പോൾ അവിടെ NDTVയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലിൻ്റെയോ റിപ്പോർട്ടർ OB വാനുമായി കാത്തുകിടക്കുന്നില്ലായിരുന്നു. എവിടെയോ നിന്ന് ഒരു ലേഖകൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം, അവർക്ക് കൊടുത്ത ഷോക്കാസിൽ അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തു, തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, പക്ഷെ മറ്റു ചാനലും ചെയ്തിട്ടുണ്ടെന്നാണ് മറുപടി. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അവിടുത്തെ സൈനിക നടപടിയല്ല ലൈവായി അവർ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ റിപ്പോർട്ട് വാർത്ത അവതരണത്തിനിടയിൽ വിഷ്വൽസ് കാണിച്ചു. ആ പ്രദേശത്തിന്റെ ടോപ്പോഗ്രാഫി,
അവിടെയുള്ള സ്ഥാപനങ്ങൾ, സിവിലിയൻസ് താമസിക്കുന്ന പ്രദേശങ്ങൾ, ആ വക കാര്യങ്ങളുടെ വിഷ്വൽ ആ റിപ്പോർട്ടിൽ വന്നു അങ്ങനെയാണ് അവരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ കാര്യം കൂടി ചേർത്ത് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ് നമ്മുടെ എയർക്രാഫ്റ്റ് കിടക്കുന്നത്. ഈ രണ്ട് ന്യൂട്രലൈസ് ചെയ്യാത്ത രണ്ട് ടെററിസ്റ്റുകൾ ആ ഏരിയയിലേക്ക് പോയാൽ അവരെ ശ്രീ പത്മകുമാർ പത്താൻകോട്ടിലെ എയർബേസിന്റെ പല ടോപ്പോഗ്രാഫി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പക്ഷേ അത് ലൈവ് അല്ല. വ്യത്യാസമുണ്ട്. പറയൂ. ലൈവ് ടെലികാസ്റ്റുമായ വ്യത്യാസമുണ്ട്. ലൈവ് ടെലികാസ്റ്റ് അല്ല NDTV ആ വിഷയത്തിൽ നടത്തിയത്. ലൈവ് ടെലികാസ്റ്റ് നടത്തി ആ മിലിറ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ കമാൻഡോ ഓപ്പറേഷൻ അതിൻ്റെ വിഷ്വൽസ് തത്സമയം കാണിക്കുന്നത് മാത്രമാണ് വിലക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ കൂടിയിരുന്ന് NDTV തെറ്റ് ചെയ്തു എന്ന് സ്ഥാപിക്കുകയും 24 മണിക്കൂർ അവർ ഓഫ് എയർ അവരുടെ സംപ്രേഷണം പാടില്ല എന്ന് നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഇപ്പോൾ പത്മകുമാർ കാണുന്ന ന്യായീകരണങ്ങൾക്കെല്ലാം അപ്പുറത്ത് ന്യായീകരിക്കാൻ കഴിയാത്ത വലിയ തോതിലുള്ള അപകടമുണ്ട്. അതുകൊണ്ട് സർക്കാരിന് ആക്ഷേപമുണ്ടായിരുന്നുവെങ്കിൽ അവിടെ ഈ പരാതികൾ പരിശോധിക്കുന്നതിന് ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റീസ് സമീപിക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇത് കേവലം ഉദ്യോഗസ്ഥന്മാർ ഇന്റർ മിനിസ്റ്റീരിയൽ പറയട്ടെ ഇന്റർ മിനിസ്റ്റീരിയൽ ആയാലും എന്തായാലും ഉദ്യോഗസ്ഥന്മാർക്ക് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനും നിരോധിക്കുന്നതിനും അനുവാദം നൽകിയാൽ 75-ലെ സെൻസർഷിപ്പ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അതിൽ കുറഞ്ഞ ഒരു വാക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ ഇപ്പോൾ പത്മകുമാർ പറയുന്ന മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കൂ, ഈ പറഞ്ഞതുപോലെ ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനിലേക്ക് പോകണ്ട, ഇവിടെ ഉദ്യോഗസ്ഥരുടെ സമിതിയുണ്ട്, അതാണ് നിയമം എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാട് എന്താണ്? ഇന്നിപ്പോ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, എന്താണ് പറഞ്ഞത്? ഈ won't tolerate anti-India comment എന്നാണ് ഇന്നത്തെ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഇതാ പത്മകുമാർ തന്നെ, അഡ്വക്കേറ്റ് പത്മകുമാർ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒന്ന് കേൾക്കൂ. അതായത് മോഡിക്കെതിരായി പറയാൻ ഇവരാരാണ്? ഇവർക്ക് അങ്ങനെ ഒരു സൈഡിലേക്ക് അവർ മാറുന്നത് എങ്ങനെയാണ്? മോഡിക്കെതിരായി പറഞ്ഞാൽ സ്നേഹികളാകും അല്ലെങ്കിൽ രാജ്യദ്രോഹികളാകും എന്ന് ആണിപ്പോ അഡ്വക്കേറ്റ് പത്മകുമാർ സൂചിപ്പിച്ചത്. ഭംഗ്യന്തരമാണ്. അങ്ങെങ്ങനെയാണ് അത് കാണുന്നത്? അതേ ലാൽ, 1975-ൽ പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അന്ന് പത്രങ്ങളുടെ നിയന്ത്രിക്കുന്നതിന് പരാതികൾ പരിശോധിക്കുന്നതിന് പാർലമെന്റ് പാസ്സാക്കിയ നിയമമനുസരിച്ച് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ നിയമം റദ്ദാക്കി പ്രസ് കൗൺസിൽ പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി തൻ്റെ ഈ നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണതോതിൽ നടപ്പാക്കിയത്. അന്ന് ഇന്ദിരാഗാന്ധി പ്രസ് കൗൺസിലിനോട് കാണിച്ച അതേ അസഹിഷ്ണുത അതാണ് ഇപ്പോൾ പത്മകുമാറിന്റെ വാക്കുകളിൽ വരുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഏത് മാധ്യമത്തെയും നിയന്ത്രിക്കുന്നതിനോ നിരോധിക്കുന്നതിനോ ശ്രമിക്കും, അതിന് ഞങ്ങൾ ദേശരക്ഷ അല്ലെങ്കിൽ ദേശസ്നേഹം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ന്യായീകരിക്കും എന്ന് പറഞ്ഞാൽ അതാണ് പത്മകുമാറിനോടുള്ള എല്ലാ സ്നേഹത്തോടും വിനയത്തോടും പറയുന്നു, 1975-ലേക്ക് മടങ്ങിപ്പോകരുത്. ഈ മാധ്യമങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ NDTV തന്നെ ഈ കാര്യത്തിൽ നവംബർ 9 രാത്രി മുതൽ 10-ാം തീയതി വെളുപ്പിന് വരെയുള്ള സമയത്ത് 24 മണിക്കൂർ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ അഭിപ്രായ സ്വരൂപീകരണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അവർക്ക് ഉപദേശം അവർക്ക് നൽകാൻ കഴിയുന്നത് നവംബർ 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും 2-3 ദിവസമുണ്ട്. അവർ ഈ ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യണം. അതല്ലാതെ മറ്റ് മാർഗമില്ല. കോടതിയിൽ ചോദ്യം ചെയ്യാതെ സ്വമേധയാ ഉത്തരവിനെ ധിക്കരിച്ചാൽ അതിൻ്റെതായുള്ള ഭവിഷ്യത്ത് വീണ്ടും ഉണ്ടാകും. അവിടെ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതിയോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) അനുച്ഛേദം ഉദാരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജുഡീഷ്യറി ഇതപരിതം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ആ ചാനലിന് അനുകൂലമായ ഉത്തരവ് നൽകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കേരളം അല്ലല്ലോ ഇപ്പോഴത്തെ ഡൽഹി. ഞാൻ തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് മറ്റൊരു ചർച്ചയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് തൽക്കാലം ഈ ചർച്ചയിൽ നിന്ന് അദ്ദേഹത്തെ വിടുതൽ ചെയ്യുകയാണ്. നമുക്ക് ചർച്ചയുടെ മറ്റ് വശങ്ങളിലേക്ക് കൂടെ കടക്കാം. അഡ്വക്കേറ്റ് പത്മകുമാർ, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം NDTVയെ ബാൻ ചെയ്യുന്നതിന് വേണ്ടി ഈ നിയമത്തിൽ പറയുന്ന ലൈവ് കവറേജ് എന്ന ഒരു കുറ്റം, ഈ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷനെ ഓരോ നിമിഷവും ഫോളോ ചെയ്തുകൊണ്ട് ഈ നിമിഷത്തിൽ ഇതാ ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും നടന്നു എന്ന രീതിയിൽ അവർ കാണിച്ചു എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു
കവറേജ് അല്ല നടന്നത് എന്നതാണ് ഇപ്പോൾ NDTV അറിയിക്കുന്നത്. ആ നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ കേസുമായി മുന്നോട്ട് പോവുക? അല്ല, അത് പറയേണ്ടത് NDTV ആണ്. അവരത് പറഞ്ഞിട്ടില്ല ഇതുവരെ. ശരി, ഞാൻ പറഞ്ഞോട്ടെ. അവരിതുവരെ അത് പറഞ്ഞിട്ടില്ല. അവരത് പറഞ്ഞു. അല്ലല്ല, അവർ പറഞ്ഞത് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, തെറ്റല്ല, ഞങ്ങൾ ചെയ്ത് തെറ്റല്ല, മറ്റാളുകളും ഇത് കാണിച്ചിട്ടുണ്ട്, അതൊരു എക്സ്ക്യൂസ് അല്ല. രണ്ട്, അവർ പറഞ്ഞെന്താ, ഞാൻ നേരത്തെ സംസാരിച്ചത് അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ലാൽ സമ്മതിച്ചില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ പത്മകുമാർ ചോദിക്കട്ടെ, മറ്റാളുകൾ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് അങ്ങ് പറയുന്നല്ലോ. നീ അത് ശരിയാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ എന്തുകൊണ്ട് മറ്റാളുകളുടെ മേൽ ഇതേ എന്താണ് പ്രശ്നം? NDTVക്ക് അപ്പോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ 2-3 കുറവുകൾ ഉണ്ട്. നിങ്ങൾക്കെതിരായി പല ഘട്ടങ്ങളിലും നിന്നവരാണവർ. അല്ല, അതൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മറ്റവർക്കെതിരായി എടുക്കാത്തത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ടുണ്ടോ? എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരായിരുന്നു. അന്ന് ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് 2019 അധികാരത്തിൽ. ഈ സ്പെസിഫിക് കേസിൽ ഇവർ 24 മണിക്കൂർ സംപ്രേഷണം ചെയ്യേണ്ട, അവര് ഗവൺമെന്റിന്റെ തീരുമാനമല്ലത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലല്ല, ഞങ്ങളുടെ തീരുമാനമല്ലത്. നിയമപരമായി അധികാരം കിട്ടിയിട്ടുള്ള ഒരു സമിതിയുടെ തീരുമാനം. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ പോകുന്നതിന് ഇപ്പോ 1975 കാര്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഓർമ്മിപ്പിച്ചു. സെൻസർഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മിപ്പിച്ചു. ആ കാര്യത്തിലേക്ക് പോകുന്ന, ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഉപദേശം ഈ സർക്കാർ കേൾക്കേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ വേറെയുമുണ്ട് വഴികൾ. ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനിലേക്ക് പോകാം, അവർക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള അവസരം കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കാം. അതൊന്നും ചെയ്യാതെ NDTVയെ ഇങ്ങനെ പൂട്ടിയിടാൻ വേണ്ടി 24 മണിക്കൂർ തീരുമാനിക്കുന്നത് അവരോടുള്ള വൈരാഗ്യം തന്നെയാണ്. അത് എങ്ങനെ വേണോ വിലയിരുത്തിക്കൊള്ളാം. അതിന് ഞാൻ പറഞ്ഞല്ലോ, രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ കാണാതെ പോകില്ല ഈ ഗവൺമെന്റ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഷോക്കാസ് നോട്ടീസ് കൊടുത്ത് അതിന് മറുപടിക്കുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണോ? നിങ്ങൾ 2 ഇൻസ്റ്റൻസുകളുണ്ട്, അത് ഓർമ്മിപ്പിക്കാത്തതാണ്. റഹീം അടുത്ത് പറയാൻ വെച്ചിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ശ്രീ ടോം വടക്കൻ ഇതാ ഇപ്പോൾ ലൈനിലുണ്ട്. അവർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. ശ്രീ ടോം വടക്കൻ, രാജ്യരക്ഷയെക്കുറിച്ച് വലിയ വാദം പറയുന്ന BJPക്ക് ഇത് സഹിക്കാനാകില്ല. NDTV ചെയ്ത കുറ്റം. NDTV കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അപ്പോഴാണ് നമ്മൾ എങ്ങനെയാ അനലൈസ് ചെയ്യുന്നത്. ഇവരുടെ റിപ്പോർട്ടേഴ്സും ക്യാമറമാനും അവിടേക്ക് പോയി ആരവർക്ക് പെർമിഷൻ കൊടുത്തു? ഇത്ര വലിയ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണെങ്കിൽ ചോദ്യം 1, പെർമിഷൻ ആര് ഗ്രാൻഡ് ചെയ്തു? ഓഫീസേഴ്സിനെ എക്സാമിൻ ചെയ്തു? ഇത് തന്നെ പ്രോഗ്രാം പല ചാനൽസിലും കാണിച്ചിട്ടുണ്ട്. അവർ ആന്റി നാഷണൽ അല്ല, ഈ ചാനൽ നാഷണൽ, ഇത് ആന്റി നാഷണൽ ആണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. NDTV ഹിന്ദിയെ ടാർഗറ്റ് ചെയ്യാൻ കുറച്ച് നാളായി. ഇത് ഒരു ഇൻഡിപെൻഡന്റ് ന്യൂട്രൽ ടെലിവിഷൻ ചാനലായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പലപ്പോഴും ഈ പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. അവിടെ കോൺഗ്രസോ ലെഫ്റ്റോ റൈറ്റോ സെൻട്രോ BJPയോ നോക്കാറില്ല. അവിടെ ചില പത്രക്കാരുണ്ട്, ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. പലപ്പോഴും ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇഷ്യൂ ഇത് ലാർജർ ഇഷ്യൂ ആണ്. ഇന്ന് നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് NDTV ഹിന്ദിയെ ഔട്ട് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഒരു ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു ലാർജർ മെസ്സേജാണ് ഇത് അയക്കുന്നത്. ലാർജർ മെസ്സേജ് എന്താണ്? ഇന്ത്യയിൽ മീഡിയയെ കൺട്രോൾ ചെയ്യാം. ഇവരുടെ മണി പവർ, മസിൽ പവർ ഉപയോഗിച്ച് ഇതിൽ മുമ്പ് ഞാൻ പറയട്ടെ, ടെലിവിഷൻ ചാനലിന്റെ അഡ്വർടൈസ്മെന്റ്സ് ഡ്രൈ ആക്കിയിരുന്നു. ഈ ചാനലിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എക്സ്ട്രീംലി വീക്കായിരുന്നു. അത് ഗവൺമെന്റ് ആയിട്ട് കിട്ടുന്നില്ല. പല കാര്യത്തിലും ഇൻഡസ്ട്രിയൽ ഹൗസസിന് മെസ്സേജ് പോയിരുന്നു. അപ്പൊ ഇത് ഒരു സഡൻലി ഒരു ഡെവലപ്മെന്റ് ഒന്നുമല്ല. ഈ ഡെവലപ്മെന്റ് കുറച്ച് കാലമായി നടക്കുന്നു. അവിടെ കുറച്ച് ഇൻഡിപെൻഡന്റ് പത്രക്കാരുണ്ട്. അവരുടെ ഇൻഡിപെൻഡന്റ് പൊസിഷൻ അവതരിപ്പിച്ചിരുന്നു ടെലിവിഷൻ ചാനൽ. അത് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും BJP ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും അവരുടെ ആ ന്യൂട്രാലിറ്റി അവര് അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ശ്രീ ടോം വടക്കൻ, BJPക്ക് രാജ്യവിരുദ്ധമായ കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നത് സഹിക്കില്ല, അത് പറ്റില്ല എന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. ഇന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നതും അത്തരമൊരു കമന്റാണ്. വി വോണ്ട് ടോളറേറ്റ് ആന്റി ഇന്ത്യ കമന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പാർട്ടിക്ക് NDTVയുടെ ഇത്തരം ദൃശ്യ
അവതരണത്തെ സാധൂകരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ. ആന്റി നാഷണൽ ആണെന്ന് തീരുമാനിക്കുന്നത് BJP പ്രസിഡന്റ് ആണോ അത് നാഗ്പൂരിനാണോ? ഈ രാജ്യത്തെ DNA എക്സാമിൻ ചെയ്ത് ആരാണ് നാഷണലിസ്റ്റ്, ആരാണ് പേട്രിയോട്ടിക് തീരുമാനിക്കുന്ന ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഈ തീരുമാനങ്ങൾ എടുക്കാൻ? ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അസോസിയേഷൻ ഉണ്ട്. രാജ്യത്തെ എല്ലാ ടെലിവിഷൻ എല്ലാ എന്താ പറയുക എഡിറ്റോറിയൽ ഗിൽഡും അവരെല്ലാവരും ഇതിന്റെ എതിരാണ്. കാരണം ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ജേർണലിസം. ഇത് ക്ലിയർ കട്ട് ഒരു അറ്റാക്ക് ഓൺ മീഡിയ ആണ്. ഇത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഒരു കവറപ്പ് ഓപ്പറേഷൻ ആണ്. ഇത് ആരുടെ എതിരും ഉപയോഗിക്കാമല്ലോ. ദിസ് ഇസ് പോസിബിൾ. ആരെയും ഇവരെ അക്യൂസ് ചെയ്യാം. പക്ഷെ ഇവർക്ക് ആര് കൊടുത്തു ഈ അധികാരം? നിങ്ങൾക്കെതിരായി ഇപ്പോൾ BJP പറയുന്നത് നിങ്ങളുടെ കാലഘട്ടത്തിൽ പോലും ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ തുടർച്ച ഒന്നത്. രണ്ട്, നിങ്ങളുടെ കാലഘട്ടത്തിൽ 20ഓളം മാധ്യമങ്ങളെ, ദൃശ്യമാധ്യമങ്ങളെ നിരോധിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഞങ്ങളുടെ സമയത്ത്, ഞാനിപ്പോ ആ കംപ്ലീറ്റ് കേസ് ഫയൽ എന്റെ കയ്യിലില്ല, പക്ഷെ എന്റെ അറിവിൽ ഉണ്ടായിരിക്കുന്നത് ചില അഡൾട്ട് വ്യൂയിങ് ഇഷ്യൂസ് അത് TRPക്ക് വേണ്ടി അവർ അവതരിപ്പിക്കുകയാണ്. ഇത് പ്യൂർലി അഡൾട്ട് വ്യൂയിങ് സബ്ജക്ട്സും ടൈമിങ്സ് ആണ്. ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇത് ബേസിക്കലി സെൻസർ ബോർഡ് ഒരു ഇഷ്യൂ വന്നു. സെൻസർ ബോർഡും ഇങ്ങനത്തെ ചില ഫിലിംസ് ക്ലിയറൻസിന്റെ ഇഷ്യൂ വന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടും ചില ചാനൽസ് അത് അവതരിപ്പിച്ചു. അത് പബ്ലിക് ഒരു റിയാക്ഷന്റെ ബേസിസിലാണ് അന്ന് പാർലമെന്റിലും ഈ ഇഷ്യൂകൾ വന്നു. തീർച്ചയായും ഈ തരം ബിഹേവിയർ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം UPA സമയത്തോ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റും ചെയ്തിട്ടില്ല. ഞാൻ അത്ര ആ എക്സ്റ്റെൻഡിലേക്ക് പോവാം. ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിജിയുടെ പീരീഡ് ഡിക്ലെയർഡ് എമർജൻസി ആണ് ത്രൂ പാർലമെന്റ്. അന്ന് ഞങ്ങൾ റിഗ്രറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെ ഞങ്ങൾ അപ്പോളജൈസും റിഗ്രറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് പാർലമെന്റ് വഴിയാ വന്നത്. ആ പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾ കംപ്ലീറ്റ് ആകട്ടെ. ഇന്ദിരാജി ഗവൺമെന്റ് പോയി. അത് കഴിഞ്ഞിട്ട് റീ ഇലക്ഷനിൽ പിന്നെയും വന്നു. അതാണ് യാഥാർത്ഥ്യം. അല്ല, ഗവൺമെന്റ് പോയത് കൊണ്ട് ചെയ്ത കാര്യം ശരിയാവോ? എങ്ങനെയാണ് വന്നതെന്നുള്ള അമെന്റ്മെന്റ് 39, 41 നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടന. ഞാനൊന്ന് ചോദിച്ചോട്ടെ 2-3 കാര്യങ്ങൾ. ഈ നിങ്ങളെ റെക്കോർഡ് കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് AXN 17/1/2001 2 മാസത്തേക്ക് ഇത് ഓഫാക്കി. അതൊന്നും വാർത്താ മാധ്യമമല്ല ശ്രീ. വാർത്താ മാധ്യമമല്ല, മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വാർത്ത ഞാൻ അത് ചോദിച്ചോട്ടെ. മീഡിയ എന്ന് പറയുമ്പോൾ വാർത്ത മാത്രമേ ഉള്ളൂ എന്നുള്ള ആ സങ്കല്പത്തിൽ ഞാൻ അതിൽ യോജിക്കുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം വാർത്തയ്ക്കുമുണ്ട്, എല്ലാത്തിനും ഉണ്ട്. വാർത്തയ്ക്ക് മാത്രമല്ല. ഞാനത് ചോദിക്കട്ടെ, FTV 29/3/2007 2 മാസത്തേക്ക് നിയോഗിച്ചു. കോൺഗ്രസിനെതിരായി എന്തെങ്കിലും കാണിച്ചത് കൊണ്ടല്ലോ, അത് ആരും കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നിരോധിച്ചത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2005 സിനി വേൾഡ് 1 മാസത്തേക്ക് നിരോധിച്ചു. 2015 അന്നത്തെ സർക്കാരിനെതിരായി വല്ലതും പറഞ്ഞുകൊണ്ടാണോ? അന്നത്തെ സർക്കാരിനെതിരായി വല്ലതും പറഞ്ഞുകൊണ്ടാണോ? അൽ ജസീറ, ഞാൻ പറഞ്ഞോട്ടെ, അൽ ജസീറ 2015 5 ദിവസം നിരോധിച്ചു. അൽ ജസീറ അന്നത്തെ സർക്കാരിനെതിരായി വല്ലതും പറഞ്ഞുകൊണ്ടാണോ? അല്ല, ആയിക്കോട്ടെ, ആണ് സർക്കാരിനെതിരായ ഒരു മാപ്പ്. അല്ല, ഇന്ത്യയുടെ രാജ്യത്തിന്റെ മാപ്പ് വ്യത്യസ്തമായി പ്രചരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അന്ന് ആരും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയാത്തത്. ഇപ്പൊ പറയുന്നത് എന്താ? അപ്പൊ ഇതിന്റെ ശ്രീ പത്മകുമാർ, ഇതെല്ലാം അശ്ലീല ചിത്രങ്ങൾ കാണിച്ചതിന്റെ പേര് പറയട്ടെ. ശ്രീ വരുൺ ഗാന്ധിയുടെ ചിത്രങ്ങൾ ഇനി ഏതെങ്കിലും ചാനൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ പുറത്താക്കൂ. ഈ മാനദണ്ഡം വെച്ച്. ഈ മാനദണ്ഡം പക്ഷേ NDTV ആപ്ലിക്കബിൾ അല്ല. NDTV നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റ് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ നിങ്ങളുടെ MP, നിങ്ങളുടെ ഒരു മന്ത്രിയുടെ മകൻ വരുൺ ഗാന്ധി കിടപ്പുറയെ കാണിച്ച കാര്യങ്ങൾ, പുറത്ത് ലീക്കൗട്ടായ കാര്യങ്ങൾ ഏതെങ്കിലും ചാനൽ പ്രൈം ടൈം ബുള്ളറ്റിനിലോ അല്ലാതെ വിട്ടോ കാണിച്ചാൽ, അത് ജനങ്ങളെ കാണിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മറയ്ക്കാതെ കാണിച്ചാൽ നടപടിയെടുക്കാം. എങ്കിൽ ഇത് കാണിച്ചാൽ നടപടിയെടുക്കാം. ആ നിയമത്തിനെയാണ് ചലഞ്ച് ചെയ്യേണ്ടത്. അല്ല മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് അങ്ങനെ കാണിച്ചിട്ട് കാര്യം. ഒരു മിനിറ്റ് ശ്രീ ടോം വടക്കൻ,
താങ്കൾ പറഞ്ഞു വന്നത് താങ്കളുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ പരാതി ഉണ്ടായിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നതായിരുന്നു. അതൊന്ന് പൂർത്തിയാക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UPA ഗവൺമെന്റിൽ ആദ്യത്തെ ഘട്ടത്തിൽ ലെഫ്റ്റും ഉണ്ടായിരുന്നു അലയൻസ് പാർട്ട്ണറായിട്ട്. ഓക്കെ, അവിടെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഒരു ഓപ്പൺ ഹൗസ് ആയിരുന്നു. അവിടെ സീനിയർ ഓഫീസേഴ്സും എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഒരു കമ്മിറ്റി അത് എക്സാമിൻ ചെയ്ത് ഈ ഡെക്ലറേഷൻ ആന്റി നാഷണൽ ആണെന്നും ഒരു ചാനലിനെ ബ്ലോക്ക് ചെയ്യണമെന്നും ഇതൊന്നും അവിടെയല്ല, അത് ഇഷ്യൂസ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോ ഇവിടെ പറഞ്ഞതുപോലെ വാർത്തയല്ല, അത് എന്റർടൈൻമെന്റ് ആയിരുന്നു. വാർത്ത അല്ല അക്സെപ്റ്റഡ്, എന്റർടൈൻമെന്റ് പ്രശ്നം വരുന്നത് എവിടെയാ? എന്റർടൈൻമെന്റ് വരുമ്പോ ഒബ്ജെക്ഷൻസ് ആരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്. പബ്ലിക് എന്താ പറയുന്നത്? ഇത് ഈ പ്രൈം ടൈമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നത് തെറ്റല്ലേ? അന്നത്തെ ലെജിസ്ലേഷൻ ഈ ഇഷ്യൂസ്, കോൺട്രവേഴ്ഷ്യൽ ഷോട്ട്സും സെക്സ് ഷോട്ട്സും കാണിക്കുന്ന ആ ചാനലുകളെയാണ് ടാർഗറ്റ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് നിയമം. പക്ഷെ ആ നിയമം ഇന്ന് ഉപയോഗിക്കുന്നത് ഇന്ന് ബേസിക്കലി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇഷ്യൂ ആണ് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് ടു ഡിഫെൻഡ് പോലും ഇല്ല. ഇന്നിപ്പോ നടക്കുന്നത് ഒരു അൺഡിക്ലെയർഡ് എമർജൻസിയാ. ഇതെന്താണ് ഈ സർക്കാരിന്റെ ഉദ്ദേശമായി കോൺഗ്രസ് കാണുന്നത്? BJP ഈ രീതിയിൽ ഒരു മാധ്യമത്തെ പോലും, വാർത്താ മാധ്യമത്തെ പോലും 24 മണിക്കൂർ അടച്ചിടാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം എന്താണ്? അത് ഞാൻ ജനങ്ങളെ പറഞ്ഞറിയിക്കണോ? ഇത് ലോജിക്കലാണ്. ഇവിടെ ഞാൻ ഡൽഹിയിൽ പല ചാനലുകളും കാണുന്ന കാഴ്ചയാണ്, നാഷണൽ ചാനൽ അത് കൺസീഡിന് പോയിരിക്കുന്നു. ഇപ്പൊ പുതിയൊരു ഒരു ചാനലിൽ നടന്ന വിഷയം, അവിടെ സ്പോക്സ്മാൻ ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസാരിക്കാൻ. അവരെ നിങ്ങൾ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ചാനലിന്റെ സ്പോക്സ്മാൻ മിണ്ടാണ്ടിരിക്കുമ്പോ ആങ്കറാണ് സ്പോക്സ്മാന്റെ റോള് കളിക്കുന്നത്. ഇത് കംപ്ലീറ്റ് നിങ്ങൾ പാർട്ടിയുടെ എതിര് വല്ലതും പറഞ്ഞാൽ നിങ്ങളുടെ വോള്യൂം ഡൗൺ ആക്കും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ടെക്നീക്ക് ആയിരിക്കും. ഇതുവരെ കാണാത്തൊരു കാഴ്ചയാ. നിങ്ങൾ ഗവൺമെന്റിന്റെ എതിരെ ഒരു ഇഷ്യൂ റേസ് ചെയ്താൽ നിങ്ങളുടെ വോള്യൂം ഡൗൺ, ഡിസ്കണക്ട് ചെയ്യും. എന്തൊക്കെയാണ് നടക്കുന്ന നാഷണൽ ചാനലുകൾ ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, നിങ്ങൾ കണ്ടറിയൂ. വളരെ ഗുരുതരമായൊരു ആരോപണമാണ് ശ്രീ ടോം വടക്കൻ അദ്ദേഹത്തിന്റെ ദേശീയ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ അനുഭവം വെച്ച് പറഞ്ഞിരിക്കുന്നത്. ശ്രീ പത്മകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ A. റഹീം, ഞാൻ താങ്കളോടും ആ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ രാജ്യസ്നേഹപരമായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ BJP അത് സഹിക്കില്ല. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇതിനെ അവർ കാണിക്കുന്നത്. എങ്ങനെ കാണാം അതിനെ? BJP ഇന്ത്യയിൽ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 കാർഡുകളാണ്. ഒന്ന് തീവ്ര ഹിന്ദുത്വ, രണ്ടാമതൊന്ന് തീവ്ര ദേശീയത. ദേശീയതയുടെ ചാമ്പ്യൻഷിപ്പ് അവരെടുക്കാനാണ് അവർ ശ്രമിക്കുന്നതല്ല. ഇപ്പോഴും അവരുടെ മുദ്രാവാക്യം തന്നെ ഭാരത് മാതാ ജയ് എന്നൊക്കെയാണ്. എവിടെ പോയാലും വിളിക്കുന്ന മുദ്രാവാക്യം അതാണ്. ഇവിടെ അതേ BJPയുടെ വൈരുദ്ധ്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. BJPക്ക് അത് പറയാൻ വസ്തുതാപരമായി യാതൊരു അർഹതയുമില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരിക്കൽ മാത്രമേ ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് ഭാരത് മാതയ്ക്ക് ജയ് വിളിക്കുന്ന BJP ആയിരുന്നു. രണ്ടാമതൊന്ന്, ഇന്ത്യയിൽ പത്താൻകോട്ട് പോലെ സമാന സ്വഭാവമുള്ളൊരു സുരക്ഷാ വീഴ്ച മുമ്പൊരിക്കലും ഉണ്ടായിരുന്നില്ല. അത് ഇവരുടെ കാലത്താണ്. കാർഗിലിൽ നമുക്ക് സഫർ ചെയ്യേണ്ടി വന്നതുപോലെ സമീപകാലത്തൊരു സഫറിങ് ഇന്ത്യൻ സൈന്യത്തിനുണ്ടായിരുന്നില്ല. അത് ഇവരുടെ കാലത്താണ്. ഇങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന ഇൻസിഡൻസ് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ തുടർച്ചയായ സുരക്ഷാ വീഴ്ച തന്നെയുമല്ല, ഇന്ത്യയിൽ സൈനിക രംഗത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും നികൃഷ്ടമായ കുംഭകോണം നടന്നത് കാർഗിൽ യുദ്ധത്തിന് ശേഷമുണ്ടായ ശവപ്പെട്ടി കുംഭകോണമാണ്. അതിൻ്റെയും ഉത്തരവാദികൾ ഇവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു വശത്ത് ദേശീയത എന്ന കാർഡ്, തീവ്ര ദേശീയതയുടെ കാർഡ് ഇറക്കുന്നു. BJP ഇതിലൂടെ വയ്ക്കുന്നത് 2ആണ്. ഇപ്പോൾ അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡോക്ടർ ലാൽ വായിച്ചു. ദേശീയതയിൽ തൊട്ട് കളിച്ചാൽ, സിനിമയിൽ പോളണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെയാണ്. ദേശീയത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ ചാമ്പ്യൻഷിപ്പ് നമ്മളാണ്, അതിൽ തൊടാൻ പാടില്ല, അങ്ങനെ വന്നാൽ എന്തും നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്നൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരേ സമയം തന്നെ മാധ്യമങ്ങളെ ഒരു വലിയ റോങ് മെസ്സേജ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. അതേസമയം തന്നെ തീവ്രദേശീയതയുടെ ചാമ്പ്യൻഷിപ്പും എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ തീവ്രദേശീയതയുടെ ചാമ്പ്യൻഷിപ്പിൽ യാതൊരു അധികാരവും BJPക്കില്ല. മറ്റൊരു കാര്യം,
ശ്രീ ജെ ആർ പത്മകുമാർ ഇവിടെ ഓരോ കാര്യവും പറയുന്നത് ശുദ്ധ നുണയാണ്. ഞാൻ പറയട്ടെ, ഈ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുറ്റിങ്കൽ ദുരന്തമുണ്ടാകുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. ഇവിടെ ചാനലുകളിൽ അവരുടെ ആർക്കൈവ്സിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഒന്നുകിൽ ബിൽഡിംഗ് ഷോട്ടുകൾ, ഏറ്റവും ഒന്നുമില്ല എങ്കിൽ ഒരു വിഷ്വൽ മീഡിയ എന്നുള്ള നിലയിൽ വെറുതെ ബ്ലാക്കായിട്ടിട്ട് അവർക്ക് വെറുതെ പറയാൻ കഴിയില്ല. മറിച്ച് എല്ലായ്പ്പോഴും ഒരു റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്വൽ കാണിക്കും. ഒന്നുമില്ലെങ്കിൽ മാപ്പെങ്കിലും കാണിക്കും, ആ സ്ഥലം കാണിക്കാൻ വേണ്ടി വിഷ്വലുകൾ ലഭ്യമായിട്ടില്ല എങ്കിൽ. അപ്പോൾ ലഭ്യമായ വിഷ്വലുകൾ കാണിക്കും, നരേഷനും ഉണ്ടാകും. അതല്ല ലൈവ്. ലൈവ് എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ DSNGയുടെ സഹായത്തോടു കൂടി ലൈവായിട്ട് തത്സമയ വിവരണമാണ്. ആ തത്സമയ വിവരണം എന്നുള്ള അത് സംബന്ധിച്ചാണ് ബോംബെ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ നിയമം ഉണ്ടാകുന്നത്. ഇവിടെ അതുണ്ടായിട്ടില്ല. ആ നിയമത്തിന് ദുരുപയോഗം ചെയ്യുന്നു. രണ്ട് ഞാനൊന്നുകൂടി പറയട്ടെ. അദ്ദേഹം ഇതിനെ മറുവാദമായി ഉയർത്തുന്നത് രസകരമായ കാര്യമാണ്. പ്രോഗ്രാം ചാനലുകളുമായി ബന്ധപ്പെട്ടാണ്. അത് ഇപ്പോഴല്ല, എല്ലായ്പ്പോഴും ഉണ്ട്. സിനിമയിലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടന്നുകയറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? എത്രയോ സീനുകൾ വെട്ടിമുറിക്കപ്പെടും. ചില പ്രധാനപ്പെട്ട സിനിമകൾക്ക് A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ അവരുടെ ഗണത്തിൽപ്പെടുത്തി വ്യത്യസ്തമായ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും. താങ്കളീ പറയുന്നത് പോലെ പ്രോഗ്രാം ചാനൽ എന്നതുപോലെ തന്നെ ഇതാണ്. മറ്റ് സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങുകളുണ്ടല്ലോ. ഇപ്പോൾ പുകവലി, ഇതിൽ മദ്യപാനം, സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങുകൾ കൊടുക്കാതിരിക്കുന്ന ചാനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഒരു സാമൂഹ്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൻ്റെ പേരിൽ ഇതുപോലെ ശത്രുതാപരമായൊരു നടപടി സ്വീകരിച്ച ചരിത്രം ആദ്യമായിട്ടാണ്. ഒരു സംശയവും വേണ്ട. ഈ കാര്യങ്ങളൊന്നും താങ്കൾക്ക് അറിയാത്തത് കൊണ്ടല്ല, BJPക്ക് അറിയാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ഈ കേസിൽ മാത്രം ഇങ്ങനെ പിടികൂടിയത് എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇപ്പോൾ ശ്രീ ടോം വടക്കൻ പറഞ്ഞ അനുഭവമുണ്ട്. ദേശീയ ചാനലുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഈ കാലത്തുള്ള അനുഭവം, സർക്കാരിനെതിരായി പറഞ്ഞാൽ ഓരോ ചാനലിനും അതിൻ്റെതായ ഒരു പോളിസി ഉണ്ടാകും. അതനുസരിച്ചുള്ള പരിപാടികൾ അവതരിപ്പിക്കും. അവർ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും. അതിനനുസരിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാകും. ആ കാര്യത്തിൽ എതിരഭിപ്രായമില്ല. പക്ഷെ സർക്കാരിന് വേണ്ടി മാത്രം എല്ലാ ദേശീയ ചാനലുകളെയും മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു മന്ത്രവിദ്യയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അപ്രഖ്യാപിത എമർജൻസിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ വലിയ ഗൂഢാലോചനയാണ് എന്ന് പറയേണ്ടി വരും. ലാലിൻ്റെ ആ ഒരു വിലയിരുത്തൽ പത്രക്കാർക്ക് ഇന്ന് നാണക്കേടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പത്രക്കാരെ ഇന്ത്യയിൽ ഭീഷണിപ്പെടുത്തി നിലക്ക് നിർത്താൻ പറ്റുമോ? അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ വിലയിരുത്തരുത്. അത് നാണക്കേടാണ്. ഞാൻ പറയട്ടെ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇദ്ദേഹം പറഞ്ഞാൽ അതൊരു നിയമത്തിന്റെ ലംഘനമാണ്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ സെൻസർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, സെൻസർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്? നിലവിലുള്ളൊരു നിയമം അനുസരിച്ച് 2015 ഈ ആൻസർ ഞാൻ ഒന്ന് പറയട്ടെ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഭരണഘടനയിലെ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിനെതിരായി എന്തെങ്കിലും വരുമ്പോ സൂക്ഷിച്ചാണ് ഇന്ന് വരെ ഇന്ത്യയിലെ സർക്കാർ എമർജൻസി ഡിക്ലെയർ ചെയ്യണം. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമുക്ക് വയലേറ്റ് ചെയ്യാം, സർക്കാരിന് വയലേറ്റ് ചെയ്യാം. എമർജൻസി ഡിക്ലെയർ ചെയ്യൂ, പാർലമെന്റിൽ പറയൂ, എന്നിട്ട് ചെയ്യൂ. അല്ലാതെ ചെയ്യുന്നത് വഴി എന്തോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന്റെ ഒരു ഭാഗമാണ് ദേശീയ മാധ്യമങ്ങളെ ഇപ്പോൾ സർക്കാരിന് അനുകൂലമാക്കി മാറ്റുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ താങ്കൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണലാണ്. നിയമം അറിയാം. നിങ്ങളിപ്പോ സെക്രട്ടേറിയറ്റിലോട്ട് കയറി ചെല്ലുമ്പോൾ എന്താ പാസ് വേണമെന്ന് പറഞ്ഞാൽ പോലീസ് തടയണം എന്തിനാ? എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, ഈ കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ റഹീം പറഞ്ഞതിലോട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട്, അതാണെങ്കിൽ ചർച്ചയുടെ വിഷയത്തിലേക്ക് വരും. ഇപ്പോ ലൈവ് ടെലികാസ്റ്റ് അതുകൊണ്ടല്ല നമ്മൾ വേറെ തർക്കത്തിലായി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് അദ്ദേഹം പറഞ്ഞത് NDTV പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു, അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഞാൻ കൊടുത്ത കാര്യം ഞാൻ പറയാം. അതിൽ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ന വാഹനം, നമ്മുടെ വെപ്പൺസ് ഇന്ന സ്ഥലത്താണ്, 2 ടെററിസ്റ്റ് ഇനിയുണ്ട്, അവരിങ്ങോട്ട് മാറിയാൽ പ്ലെയിൻ കിടക്കുന്ന സ്ഥലത്തേക്ക് പോയാൽ ഇനി അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീ പത്മകുമാർ, അല്ല, ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്
അവിടെ മാധ്യമങ്ങൾക്ക് പോകാനുള്ള അനുവാദം കൊടുത്തത് ആരാണ്? അല്ലല്ല, അത് ഞാൻ അങ്ങനെ പോയി പറഞ്ഞോട്ടെ. ഈ മാധ്യമങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരുന്നോ? പറഞ്ഞോട്ടെ. നിങ്ങളുടെ പട്ടാളക്കാർ ഞാൻ കണ്ടെത്താത്ത കാര്യം ഇവർ കണ്ടെത്തി എന്ന് ഞാൻ- പറയുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പട്ടാളക്കാരുടെ നാണക്കേടാണത്. അതിനെ കൈകാര്യം ചെയ്ത നിങ്ങളുടെ സർക്കാരിന്റെ നാണക്കേടാണത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ദൂരം നിന്ന് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ ആധുനിക ലോകത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങ് പറയുന്നതിന്റെ contradiction ആണ്. അല്ലല്ല, കോൺട്രഡിക്ഷൻ അല്ല, ബോധത്തോടല്ലേ ഞാൻ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ നിങ്ങൾ ഈ അവിടെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക്, വിദേശത്തിരുന്ന് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന പ്ലെയിൻ കിടക്കുന്നിടത്തോട് പൊയ്ക്കൊള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തോ ഇല്ലേ എന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതിനുള്ള തെളിവുകളുണ്ടോ? അങ്ങനെയാണോ കുറ്റകൃത്യം ചെയ്തു എന്ന് നിങ്ങളുടെ ഭാഗത്ത് തെളിവുള്ളതുകൊണ്ടാണല്ലോ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാധ്യമങ്ങളുടെ തന്നെ സംഘടനയായ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ വഴി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. ഞാൻ പറയട്ടെ, നിലവിലുള്ള നിയമത്തിലൊരു സ്പെസിഫിക് ക്ലാസും ബോഡിയും ഉള്ളപ്പോ അതിന് ഓവർക്ക് ആരെങ്കിലും ഉണ്ടാക്കുന്ന ഒരു കൗൺസിലിനും ഒരു പ്രസക്തിയുമില്ല. നിയമപരമായ ബോഡിക്കാണ്. ചാനലുകൾക്കെതിരെ എന്തുകൊണ്ട് ഈ നിങ്ങൾ നടപടി? അത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരമില്ല. ഒരു ഉത്തരവില്ല. NDTV ചെയ്ത കാര്യം ശരിയാവില്ലല്ലോ. NDTV ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന കുറ്റം അത് തന്നെയാണ് മറ്റു പല ചാനലുകളും ചെയ്തത്, മറ്റു പല ഓൺലൈൻ മീഡിയയും ചെയ്തത്. എന്തുകൊണ്ട് അവിടെ നിങ്ങൾ നടപടിയെടുത്തില്ല? ഓൺലൈൻ മീഡിയ ലൈവ് കൊടുത്തില്ല. അവിടെ ഇത് ലൈവ് കൊടുത്തെന്ന് ബോധ്യമുണ്ട്, അതിനനുസരിച്ച് നടപടിയെടുത്തു. എന്തുകൊണ്ട് NDTV മാത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കുന്നു? അതൊരു വളരെ വിചിത്രമായ ചോദ്യമാണ്. ഞങ്ങൾ വെച്ച് നോക്കിയിട്ടല്ല, ഇങ്ങനെ കുറ്റം ചെയ്യുന്നുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് നോക്കുന്നത്. അല്ല, BJP നോക്കും, ഞങ്ങൾ എല്ലാ ചാനലും നോക്കും, കൈരളി നോക്കും, NDTV നോക്കും, ടൈംസ് നൗവും നോക്കും, എല്ലാം നോക്കും. പക്ഷെ കൈരളിയിലാണ് അവതാരകൻ നരേന്ദ്രമോദി എതിർക്കുന്നത് നിങ്ങൾ കാണുന്നത്. NDTV-യിലാണ് ഇത്തരത്തിൽ കുറ്റങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ BJP-യുടെ മുഖ്യ പ്രധാനമന്ത്രി ഇതിന്റെ പിന്നിൽ ഇപ്പോഴും പറയുന്നത് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ശ്രീ റഹീമിലേക്ക് ഒരു മിനിറ്റ്, അതിനു മുമ്പ് ശ്രീ പത്മകുമാർ, നേരത്തെ ശ്രീ റഹീം പറയാതെ പോയ ഒരു പോയിന്റ്, അദ്ദേഹം ഒരുപാട് നിരത്തിയപ്പോ വിട്ടുപോയ ഒരു കാര്യം എന്നുള്ളത്, ബാക്കിയെല്ലാം പറഞ്ഞു, അതിനൊന്നും മറുപടി വന്നില്ല. ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. ഈ രാജ്യസ്നേഹത്തെ നേരത്തെ റഹീമും ശ്രീ ടോം വടക്കനും പറഞ്ഞതുപോലെ നിങ്ങൾ പതിവ് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചില തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാജ്യസ്നേഹത്തിന്റെ കാര്യങ്ങൾ എടുത്തിടും. അത് നല്ല കച്ചവടമാണ്. മഹാരാഷ്ട്രയിൽ നടന്നൊരു കച്ചവടം പറയട്ടെ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹപരമായി ഇടപെട്ടു എന്ന് നിങ്ങൾ പലതവണ മുദ്ര കുത്തിയ ആളുകളെ 5 കോടി വാങ്ങിച്ച് ഒതുക്കിയില്ലേ? ഇതാണോ നിങ്ങളുടെ രാജ്യസ്നേഹം? എന്നിട്ടാണോ NDTV-ക്കെതിരായി ഇങ്ങനെ നിങ്ങൾ നിലപാടെടുക്കുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? കൈരളിയുടെ അല്ലെങ്കിൽ ലാലിന്റെ അഭിപ്രായമാണ് 5 കോടി ഞങ്ങൾ വാങ്ങി എന്നുള്ളത്. 5 കോടി നിർമ്മാതാവിൽ നിന്ന് 5 കോടി വാങ്ങി അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. അവര് ഫണ്ടിലേക്ക്, സൈനികരുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ പൈസ കൊടുത്താൽ രാജ്യദ്രോഹം ഇല്ലാതാകുമോ? പൈസ കൊടുത്താൽ രാജ്യദ്രോഹം ഇല്ലാതാകുമോ? പൈസ കൊടുത്താൽ രാജ്യദ്രോഹം ഇല്ലാതാകുമോ? പൈസ കൊടുത്താൽ രാജ്യദ്രോഹികളെ ആരോപിക്കുന്നു. അപ്പൊ രാജ്യദ്രോഹം എന്നല്ലേ അതിനു മുമ്പ് ഈ സേനാക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? രാജ്യദ്രോഹി ഒരു കലാകാരന്റെ പരിപാടിയെ സംബന്ധിച്ച് ഒരു തർക്കം വരുമ്പോ അത് രാജ്യദ്രോഹമാണ്. കലാകാരന്റെ പേരിൽ എന്തായിരുന്നു തർക്കം? ശ്രീ റഹീം, ഇവിടെ ഞാൻ ആ ചോദ്യം റഹീമിലേക്ക് ഇടുന്നു. അത് അവർക്ക് ഗുണ്ടാപ്പണം പൈസ കൊടുത്താണ്, അല്ല പിന്നെന്താ? ശ്രീലാൽ, ഇവർ പറയുന്ന ഏതെല്ലാം സിനിമകൾ, ഏതെല്ലാം നടന്മാർ, ഏതെല്ലാം കഥാപാത്രങ്ങൾ, ഇതെല്ലാം ഇവർ തീരുമാനിക്കുകയാണ്. ആരെന്തെഴുതണമെന്ന് തീരുമാനിക്കുകയാണ്. ചരിത്രം ഇവർ നിർവചിക്കുകയാണ്. ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ വലിച്ചെറിയുകയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊരു പരിപാടിക്ക് ചേതനാ തീർത്ഥഹള്ളി, ഇപ്പോൾ കർണാടകയിൽ ഇവരുടെ വലിയ വേട്ടയാടലിന് വിധേയമാകുന്ന സ്ത്രീയാണവർ. ചേതനാ തീർത്ഥഹള്ളിയെ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കർണാടകയിൽ മീഡിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ചാനലിൻ്റെ അവിടുത്തെ കർണാടക വെർഷൻ, ഞാൻ ഇതിൽ നിന്നുകൊണ്ട് ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല, ആ ചാനൽ ഉൾപ്പെടെ വ്യാപകമായി തുടർച്ചയായി ആൻറ്റി മാർക്സിസ്റ്റ് ക്യാമ്പയിൻ അവിടെ സംഘടിപ്പിക്കുകയാണ്. വളരെ കൃത്യമായി സംഘപരിവാർ അജണ്ട പ്രചരിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും ചാനൽ, ഇപ്പോൾ ജനം പോലെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ RSSനോ BJPക്കോ ഇല്ല. അങ്ങനെ ഒരു ചാനലില്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. അതേസമയം അവർ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഴുവൻ ചാനലുകളെയും
ഇവരുടെ ആശയത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ളൊരു വലിയ ക്യാമ്പയിൻ പ്രോസസ്സ് അവർ നടത്തുകയും അതിൽ BJP വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് തന്നെ ഈ മീഡിയ മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി ഈ നെറ്റ്വർക്ക് അവർ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് വർത്തമാനകാലത്തുള്ള സ്വാധീനത്തെ നന്നായിട്ട് ഇവർക്കറിയാം. ഒരു പൊതുബോധത്തെ ഇവർക്ക് അനുകൂലമായി തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നത്. ഇവർ ചെയ്യുന്ന അപകടകരമായ നീക്കങ്ങളെ ന്യായീകരിക്കാൻ കഴിയും വിധം ഒരു പൊതുബോധം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ്. അതിന് മീഡിയ അവർ എടുക്കുകയാണ്, മീഡിയ അവർ പ്രലോഭിപ്പിക്കുന്നു. മീഡിയയെ ഞാൻ പറയട്ടെ, പ്രലോഭിപ്പിച്ചാൽ മീഡിയ വീഴാത്തെന്താ? മീഡിയയുടെ താല്പര്യം ഇപ്പോൾ എവിടെയാ? മീഡിയയുടെ താല്പര്യങ്ങൾ നിർവഹിക്കുന്നത് അവിടുത്തെ മാധ്യമ പ്രവർത്തകരല്ല. ഞാൻ പറയട്ടെ മാധ്യമ മുതലാളിമാരാണ്. ആ മാധ്യമ മുതലാളിമാരാണെന്ന് മാധ്യമ സ്വാതന്ത്ര്യം അവരുടെ താല്പര്യത്തിന് വരെയാണ് മാധ്യമ സ്വാതന്ത്ര്യം. എന്തായാലും 30 സെക്കൻഡ് ബാക്കി. ഇവിടെ അതിനകത്തൊന്ന് പ്രതികരിക്കാനുണ്ടെങ്കിൽ ശ്രീ റഹീം, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് രണ്ടുപേർക്കും അതിനകത്ത് പറയാം. ഈ പറഞ്ഞ ഒരു വലിയ വിമർശനമുണ്ട്. ഞങ്ങൾ ദേശീയത പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനക്കേടുമില്ല. അഭിമാനത്തോടുകൂടി പറയും ഹിന്ദുയിസം നിങ്ങളുടെ കാലത്തല്ലേ ഇതെല്ലാം പോയത്? നിങ്ങളുടെ കാലത്തിലെ പാർലമെന്റ് തുടങ്ങിയതാണല്ലോ. ഏറ്റവും വലിയ പാർട്ടി, പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിരുന്ന നിങ്ങൾ ഇന്ന് 9 ശരീരഭാഷയാണിത്. ഇത്തരത്തിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെതിരായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചാനൽ ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് നിങ്ങൾ ചാനലില് ഒരു ചാനൽ ചർച്ചയിൽ പെൺവിഷം ചോദിച്ചതിന്റെ പേരിൽ ഏഷ്യാനെറ്റിന്റെ ഷാജഹാന് എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതേ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറോ, കേരളത്തിലെ അതേ മാധ്യമത്തിന്റെ ഒരു വനിതാ മാധ്യമ സുഹൃത്തിനെതിരായി എന്താണ് നിങ്ങളുടെ നേതാവ് പറഞ്ഞത്? സിന്ധു സൂര്യകുമാറിന് മാത്രമല്ല, പാലക്കാട് വെച്ച് ഇവരുടെ ആള് പറഞ്ഞു കേട്ടില്ലേ, ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ഞങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കുന്നവർ ഞങ്ങളാണ്, എന്ത് വേണം ഒരു റിപ്പോർട്ടറിന്റെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കാര്യങ്ങൾ തിരുത്തും. മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവർ കാര്യങ്ങൾ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് പറയേണ്ട ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ അതിനേക്കാൾ മുഷ്ക് കാണിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. അതൊരു ചാനലുകളെ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് എന്ത് തരം ജനാധിപത്യമാണ്? ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ? ഇതാണ് ചർച്ച ചെയ്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് JR പത്മകുമാർ, അഡ്വക്കേറ്റ് A. റഹീം, ശ്രീ ടോം വടക്കൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ.